Hello all, ഇന്ന് നമ്മളുടെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ we are actually planning to have a trip to Thailand. So without agency നമുക്ക് എങ്ങനെ ഈസിലി ആൻഡ് ചീപ്പർ ആയിട്ട് നമുക്ക് തായ്ലാൻഡിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ആൻഡ് ലെറ്റ്സ് ഗോ വാച്ച് ഔട്ട് ദോസ് ഫുൾ ഡീറ്റെയിൽസ്. നമുക്ക് ഫൈനലി ചെക്ക് ഇൻ കഴിഞ്ഞ് നമുക്കിതേ ബോർഡിംഗ് പാസ് കിട്ടി. ഈ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയതിന് ചീപ്പസ്റ്റ് വേ എങ്ങനെയൊക്കെയാണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഇത് ചീപ്പസ്റ്റ് നമ്മൾ ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ് എത്തുന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോയിൽ ഷെയർ ചെയ്തതായിരുന്നു. സോ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ ലോഞ്ച് ആക്സസ് കാർഡുള്ളവർക്ക് നല്ല ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ കാർഡിൽ ആക്സസ് ചെയ്യാം. ആൻഡ് പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ടിക്കറ്റ്സ് ഞങ്ങൾ എടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ്ലി കുറച്ച് സൈറ്റുകളുണ്ട്. നമുക്ക് ടിക്കറ്റിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളുണ്ട്. ഗോയിബിഗോ, ക്ലിയർ ട്രിപ്പ് ആൻഡ് മെയിൻലി സ്കൈ സ്കാനർ. ഈ സ്കൈ സ്കാനർ എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ റെഗുലറായിട്ട് പ്രൈസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് പ്രൈസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വെനസ്ഡേ നൈറ്റ് ഓൾമോസ്റ്റ് 12 o'clock-നും 1 o'clock-നും ഇടയിൽ ന്യൂ ഫ്ലൈറ്റ്സ് ലിസ്റ്റ് ആവുന്ന ടൈമാണ്. ആ ടൈമിൽ പ്രൈസ് കുറച്ചും കൂടി ചീപ്പർ ആൻഡ് ബെസ്റ്റ് കിട്ടും. നമുക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആ നൈറ്റ് ടൈമിൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് കിട്ടും. നോർമലി കൊച്ചിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റാണ് ബാങ്കോക്കിലേക്ക് ഡയറക്റ്റ് ഉള്ളത്. അത് വിത്തൗട്ട് ലഗേജ് 12,000 rupees-ആണ് റേഞ്ച് വരുന്നത്. 10,000 to 15,000 റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതൊരു നോർമൽ ഫ്ലൈറ്റാണ്. പക്ഷേ ഞങ്ങൾക്ക് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ പ്രീമിയം ഫ്ലൈറ്റ് വിത്ത് ലഗേജ് നമുക്ക് 12,000 rupees-ന് കിട്ടി പെർ ടിക്കറ്റ്. ആൻഡ് 25 kg ലഗേജ് ഇൻക്ലൂഡിങ് ഫുഡാണ്. സോ നിങ്ങൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സൈറ്റുകളിൽ റെഗുലറായിട്ട് പ്രൈസ് വാച്ച് ചെയ്യുക. അതിനൊരു ബെസ്റ്റ് പ്രൈസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ആ പ്രൈസ് കിട്ടുമ്പോൾ കണ്ണും പൂട്ടി ബുക്ക് ചെയ്യുക. ആൻഡ് പിന്നെ നെക്സ്റ്റ് വിസയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കോക്കിൽ ഇപ്പോൾ വിസ ഫ്രീ ആണ് ഫോർ ഇന്ത്യൻസ്. May 10th വരെ ഒരു പ്രൊസീജിയറും ഇല്ലായിരുന്നു. ജസ്റ്റ് ചെല്ലുക, പാസ്പോർട്ട് കൊടുക്കുക, റിട്ടേൺ ടിക്കറ്റ് കാണിക്കുക, ബയോമെട്രിക്സ് എടുക്കുക. അതാണ് പ്രൊസീജിയർ. ബാക്കി നമുക്കിവിടെ കുറച്ച് അവേഴ്സ് ലേ ഓവർ ഉണ്ട്. സോ വി തോട്ട് ഓഫ് ഗിവിങ് a detailed video of how the airport looks like. ഒരു എയർപോർട്ട് എക്സ്പ്ലോറിംഗ് വീഡിയോ ആയിട്ടായിരുന്നു.